വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്ന് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നടക്കുന്നു. ഭഗവാനെ എല്ലാ ഭക്തജനങ്ങളെയും അങ്ങ് കാത്തിടണമേ. ഈ ഒരു നല്ല ദിവസത്തിൽ ഏകാദശി എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അതെന്താണ് എന്ന് നമ്മളൊന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഏകാദശി ദിവസം തന്നെ അതാവട്ടെ എന്ന് തീരുമാനിച്ചു. ഭഗവാൻ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ പൊറുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിൽ തന്നെ അത് ഭക്തജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. മഹാഭാരത യുദ്ധം തുടങ്ങുന്ന ദിവസത്തിൽ അർജുനൻ യുദ്ധഭൂമിയിൽ എഴുന്നള്ളി എല്ലാവരെയും ചുറ്റുവട്ടം മൊത്തമൊന്നും വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ വില്ലാളി വീരനായിട്ടുള്ള അർജുനന് തൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിതൃതുല്യരും ഗുരുതുല്യരുമായിട്ടുള്ള അതേപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ആളുകളെയാണ് താൻ വധിക്കേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ അർജുനന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിന്ന അർജുനനെ ധർമ്മത്തിൻ്റെ വലിയ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞ് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അർജുനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് നമ്മളിലേക്ക് പകർന്നു തന്ന ആ ദിവസമാണ് ഇന്ന് ഏകാദശി. ഭഗവാന്റെ ആ ഉപദേശത്തിന് ഭഗവത്ഗീത എന്ന പേരിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെട്ടു. ആ ഭഗവത്ഗീതയുടെ തുടക്കം ഇന്നാണ്, ഏകാദശിയിലായിരുന്നു. ആ ഏകാദശിയിലാണ് നമ്മൾ ഗുരുവായൂർ കണ്ണനെ കൺകുളിർക്കെ കാണാൻ പോകുന്നത്. കണ്ണൻ അത്രയേറെ കാര്യമായിട്ട് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനാർത്ഥം അർജുനന് ധർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്ന ആ കണ്ണനെയാണ് ഇന്ന് നമ്മൾ, ആ ഭഗവാനെയാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്നത്. കണ്ണാ രക്ഷിക്കണേ.